മാലുവിന്റെ ജീവിതത്തിൽ ഉണ്ടാകാൻ പോകുന്ന ഒരുപിടി അനുമോദനങ്ങൾക്കും സ്വീകരണങ്ങൾക്കുമൊക്കെ ഈ ചടങ്ങ് ഒരാരംഭമായിരിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് മാലുവിനെ നമുക്ക് യാത്രയാക്കാം. ആ മാലു, ഒരു മിനിറ്റ് ഒന്ന് വന്നേ. ഞാനൊരു സഹായം ആവശ്യപ്പെട്ട മാലു അത് ചെയ്തു തരുമോ? എന്താ മാഡം? ദാ, എന്താ ഇത്? എന്റെ ട്രാൻസ്ഫറിനുള്ള റിക്വസ്റ്റാ. മാലു ഇത് ശരിയാക്കി തരണം. ഞാനോ? അതെ, മന്ത്രിയോട് ഭാര്യ ആദ്യം പറയുന്ന റെക്കമെൻഡേഷൻ ആവുമ്പോ മന്ത്രി ഉപേക്ഷിക്കില്ല. പറ്റില്ല എന്ന് പറയരുത്. എങ്ങനെയെങ്കിലും മാലു ഇത് ശരിയാക്കി തരണം. അയ്യോ, ഏതായാലും ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു നോക്കട്ടെ. പിന്നെയൊക്കെ മാറ്റന്റെ ഭാഗ്യം. താങ്ക് യു മാലു, താങ്ക് യു വെരി മച്ച്. എന്നാ വരട്ടെ. ആ, ഞാൻ വരട്ടെ. ബൈ. മാലു, മറക്കരുത്. കഴിയുമെങ്കിൽ ഫസ്റ്റ് നൈറ്റിൽ തന്നെ പറയണം. ഓക്കെ മാറ്റം, ഞാൻ നോക്കാന്ന് പറഞ്ഞില്ലേ. വരട്ടെ. ശരി. ബീന, ബൈ. ആ ടീച്ചർക്ക് എന്താ റെക്കമെൻഡേഷനാ? ആ, വീട്ടിലും വരണ്ട് ഒരുപാടെണ്ണം. മന്ത്രിയെ കൊണ്ട് അത് ചെയ്യിച്ചു തരണം, ഇത് ചെയ്യിച്ചു തരണം എന്നൊക്കെ പറഞ്ഞ്. ഈ കല്യാണം ഒന്ന് അങ്ങോട്ട് കഴിഞ്ഞോട്ടെ, പിന്നെ ഒറ്റ ഒരുത്തിനോ 500 മുറ്റത്തേക്ക് ചെല്ലൂല. വരണത് കംപ്ലീറ്റ് ആയിട്ട് ആനപ്പാറയിലെ മുറ്റത്തേക്കായിരിക്കും. നമ്മുടെ അച്ഛമ്മയെ കാണാനായിരിക്കും. അച്ചമ്മയ്ക്ക് വലിയ സന്തോഷായിട്ടുണ്ടാവും അല്ലേ? പറയ ആനയാത്ര പനിനീര് തളിക്കണത്. തളിയാനെ പനിനീര്, തളിയാനെ പനിനീര്, തളിയാനെ. പനിനീരും തെളിച്ച് പിണ്ടോപ്പിച്ചു. ഇപ്പൊ ഉമ്മറും മെനകേടായപ്പോ നമുക്ക് സമാധാനമായല്ലോ. എടോ, ഈ പിണ്ടൊക്കെ വേഗം ഇവിടുന്ന് കോരി കളഞ്ഞോ, ഇല്ലെങ്കിൽ ചേട്ടൻ വന്ന് കണ്ടാ മതി, തിന്നുകളയും. നിന്റെ ചേട്ടൻ ആനപ്പിണ്ടല്ലേ തിന്നണത്? ഒന്ന് പോടാ അവിടുന്ന്. നീ പഠിപ്പിക്കരാ. തളിയാനെ പനിനീര്, അങ്ങോട്ട് തളിയാനെ പനിനീര്. എന്താണ്ടാ നിന്ന് കണ്ണൂരിച്ചിട്ടുണ്ട്? തന്നോട് ആരാടോ പറഞ്ഞു ആനയെ ഇങ്ങോട്ട് കെട്ടിയെടുക്കാൻ? ഞാൻ അമ്മ ഒന്ന് ചുമ്മാ ഇരിക്കുന്നുണ്ടാ? അവിടെ ആനയില്ലാതെ കൂപ്പി പണി മുടങ്ങി. ആനകൾ ഇവിടെ കൊണ്ടു നിർത്തി കോപ്പറായം കാണിക്കുന്ന. കോപ്രായം കാണിക്കേ? എന്റെ പേര് കൊച്ചിന്റെ കല്യാണത്തിന് പനിനീര് കളിക്കുന്നത് കോപ്രായണ്ട. അതൊരു അന്തസ്സാണ്. എന്നാ ഒരു കാര്യം ചെയ്യ്, സാമ്പാർ വിളമ്പാനും കൂടെ ആനയെ ഏൽപ്പിക്ക്. അതും ഒരു അന്തസ്സാ. ഇവിടെ തന്നോട് എടാ വീരഭദ്ര, നീ എന്റെ അച്ഛനാവാൻ നോക്കരുത്. ആനപ്പാറയിൽ ആന പനിനീര് തെളിക്കണോ സാമ്പാർ വിളമ്പണോന്ന് ഞാനാ തീരുമാനിക്കുന്നത്. പോടാകത്ത്. അമ്മേ ഒരു മാതിരി എടാ കേറി പോടാകത്ത്. ഏട്ടൻ ഇവിടെ ഉണ്ടായിട്ടാണ് അമ്മയെ കൊണ്ട് തോന്നിയാസമൊക്കെ ചെയ്യിക്കുന്നത്. 10,000 ആളുകൾ കൂടുന്ന ഒരു കല്യാണമാണ്. അതിന്റെ കൊത്ത നടുക്ക് 2 ആനയും. ഇതിപ്പോ എന്റെ അടുത്ത് പറഞ്ഞിട്ട് ഞാൻ അയ്യനാടാവേ. ആനയ്ക്ക് പകരം ഞാൻ പോയി പലതിൽ കളിക്കണോ? വേണ്ട, ഇവിടെ ഇങ്ങനെ മസിലും പഠിപ്പിച്ചോണ്ട് നിന്നോ. ഇതേ ഒരു മതി മറ്റേടത്ത് വർത്താനം പറയല്. നിനക്ക് എന്തെങ്കിലും പറഞ്ഞാൽ അങ്ങോട്ട് പോയി പറയണ പോലെ തുടങ്ങി. കാലത്തെ തുടങ്ങി രണ്ടും ഒന്ന് നിർത്തിക്കൂടെ? എടാ വീര, നിനക്കിപ്പോ എന്താണ് വേണ്ടത്? കല്യാണ പന്തലിൽ ആന ഉണ്ടായിരിക്കരുത്, അത്രല്ലേ ഉള്ളൂ. അതിലുള്ള പണി ഞാൻ ചെയ്തിട്ടുണ്ട്. എന്തു പണി? എടാ, ഓരോ കിലോ പഞ്ഞി വാങ്ങി 2 ആനയുടെയും ചെവിട്ടി കുത്തി കയറ്റിയിട്ടാ കൊണ്ടുവന്ന് വിട്ടിരിക്കുന്നത്. ഇനി വെടി പൊട്ടിയാലും ആനയ്ക്ക് കേൾക്കില്ല. പിന്നാണോ പനിനീര് തെളിയാനെ, പനിനീര് തെളിയാനെ പറഞ്ഞു പറഞ്ഞു തൊണ്ടയിലെ വെള്ളം പറ്റുമ്പോ അമ്മ തന്നെ പറഞ്ഞു വിട്ടോളൂടാ. എങ്ങനെയുണ്ട് ഐഡിയ? കൊള്ളാം കൊള്ളാം കൊള്ളാം. ആനയുടെ ചവിട്ടില് മാത്രമല്ല, നിന്റെ അമ്മയുടെ ചവിട്ടിലും വെക്കണ പഞ്ഞി. ഇതേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. അമ്മയില്ലാത്ത ഒരു കൊച്ചന്റെ കല്യാണ ഇത്. പന്തലില് ആനയെന്നല്ല അമ്പാരിയും വെടിക്കെട്ടും ഒക്കെ ഉണ്ടാവും. നല്ല മനസ്സുള്ളവര് മാത്രം അവിടെ നിന്നാ മതി. മനസ്സിലായ? എനിക്കറിയാൻ പാടില്ല എന്റെ ദൈവമേ, കല്യാണത്തിന് വരുന്ന എത്ര എണ്ണത്തിന് ആന ചവിട്ടിക്കൊല്ലുന്നു. വന്നല്ലോ രാജകുമാരി.
അച്ഛമ്മയുടെ പൊന്നുമോള് വന്നല്ലോ. അയ്യ. അച്ഛമ്മേ വാ. അല്ല, മന്ത്രിക്ക് കോളേജിൽ വലിയ യാത്രയൊക്കെ ആയിരുന്നു കേട്ടു. ഓ, അങ്ങനെ അങ്ങോട്ട് കളിയാക്കണ്ട. ഇപ്പൊ കോളേജിൽ ഇതൊക്കെ പതിവുള്ളതാ അല്ലേ മാലു? പിന്നെ എന്റെ കല്യാണത്തിന് കോളേജിൽ നിന്ന് മുഴുവൻ കുട്ടികളും കൂടി എന്നെ കാറിക്കൊണ്ടുവന്ന് ആക്കായിരുന്നു. ഉവ്വ, ഈ മരക്കൊന്നനെ കെട്ടാൻ വേണ്ടിട്ട് നിന്നെ കോളേജിൽ നിന്ന് പടയേറ്റ് കൊണ്ടുവന്ന് ആക്കണ്. വാ മോളെ. ഇളയച്ച അച്ഛനെവിടെ പോയി? ചേട്ടൻ വക്കീലിനെ കൂട്ടി നിന്റെ മന്ത്രിയെ കാണാൻ പോയിരിക്കാ. പോയിട്ട് നേരം കുറെ ആയി, കാണാൻ പറ്റിയിട്ടുണ്ടാവൂല. ഒന്ന് പോട നീ. കാണാൻ പറ്റാതിരിക്കുക അയാൾ എന്താ മാഞ്ഞു പോയ. എന്താടോ വക്കീല്? ആ, അവിടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്നും കൂടെ വരാൻ പറ. എന്നെ കൊണ്ട് ഒറ്റയ്ക്കാവില്ല, ഒന്ന് പിടിച്ചു തരാൻ പറ. ആരും ഇല്ലടാ അവിടെ വക്കീലൊന്ന് സഹായിക്കാൻ. എന്താ? ഒന്ന് പിടിച്ചു കൊടുത്തേടാ. അവിടുന്ന് ഏതാണ്ടൊക്കെ കൊടുത്തു വിട്ടുണ്ട്. ആ, അയ്യോ അച്ഛൻ. നോക്കി കണ്ണുകൊണ്ട് പിടിക്കേ. ഈശ്വര. ആറ് MLA-മാരെ കൊണ്ട് അഞ്ഞൂടാൻ പറയിച്ചു. ഈ കല്യാണം നടന്നാൽ മന്ത്രിസഭയ്ക്കുള്ള പിന്തുണ പിൻവലിക്കുന്നു. ഒടുവിൽ മന്ത്രിസഭ വീഴുന്നായപ്പോ മന്ത്രി കല്യാണത്തിൽ നിന്ന് പിന്മാറി. ഈ 500 ആളെ തോൽപ്പിക്കാൻ ആനപ്പാറക്കാർക്ക് ആഭ്യന്തരമന്ത്രി. ആനപ്പാറക്കാർ എന്റെ മുമ്പിൽ മുട്ടുകുത്തിയത് ഞാൻ തുപ്പിയത്. അത് നീ എന്താ തുപ്പത്? മുതലാളി എന്റെ വായി തുപ്പിയിട്ട്. അത് നീ തുപ്പടുത്തോന്ന് കോണാമ്പി പോലെ വായ പൊളിച്ചിരുന്നിട്ടല്ലേ? അങ്ങോട്ട് മാറിയിടാ. മാറിയിരുന്ന ചെവിയേക്കൂല മുതലാളി. കേട്ടിട്ടെന്തിനാ മലമറയ്ക്കാനോ? അങ്ങോട്ട് മാറിയിടാ. ആ, അപ്പൊ ചന്തി കൊണ്ട് നിലനിടയ്ക്കാനോ? എന്നിട്ട് മാറിയിരിക്കാൻ. ഇതുകൊണ്ടൊന്നും തീരാൻ പോകുന്നില്ല. ആ തള്ളയും മക്കളും അനുഭവിക്കാൻ കിടക്കുന്നേ ഉള്ളൂ. കൊല്ലോടാ, ആ കിളവരി ഞാനിന്ന് കൊല്ലോടാ, കൊല്ലും. അമ്മേ, എന്താ ഇത്? ഇതിനൊക്കെ ചോദിക്കാനും പറയാനും ഇവിടെ ഞങ്ങളൊക്കെ ഇല്ലേ? ഞങ്ങള് എന്നാ ഇന്നടാ ഇതും കൊണ്ടുപോയി ചോദിക്ക്. നീയൊക്കെ ആണാണെങ്കിൽ പോയി കൊന്നിട്ട് വേണ. എന്താ 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 ഇത്? ദേ വക്കീലുണ്ട്, എന്റെ ഈ സ്വത്തും പണം എല്ലാം ഉണ്ട്. ചെല്ലടാ ചെല്ല്. കേസും കോടതിയൊന്നും ഈ അച്ചമ്മയ്ക്ക് പുത്തിരിയല്ലടാ. അച്ഛമ്മ എന്ത് ഭ്രാന്താ നിങ്ങൾ ഈ പറയണത്? അതേടോ ഭ്രാന്താണ്. ആനപ്പാറയിൽ അച്ചമ്മയ്ക്ക് ഭ്രാന്താണ്. ഭ്രാന്ത് മൂത്തപ്പണം ഞാൻ അയാളെ കൊന്നേന്ന് താൻ കോടതിയിൽ പോയി പറഞ്ഞു. നോക്കി നിൽക്കാൻ അമ്മയുടെ കയ്യിൽ തോക്ക് മേടിക്കടാ. അമ്മ അവിടെ നിൽക്കാൻ. കൊട്ടാ കൊല്ലു ഞാൻ. അടുത്തു പറയരുത്. നോക്കിങ്ങമ്മേ. തരില്ല. അമ്മ തോക്കിനെ അതിക്ക് തന്നേ. പിന്നെ ഒന്നും കൂടി മാറി തോക്കി ഞാൻ മേടിക്കാം. എന്തായി കാണിക്കുന്നത്? അസലെ ഇതിലും വലിയൊരു അടി അവർക്കിനി കിട്ടാനില്ല. ഇനിയിപ്പോ ഇവിടത്തെ കുട്ടികൾക്ക് സ്വസ്ഥമായി ജീവിക്കാമല്ലോ. ഇവിടുത്തെ കുട്ടികൾ ഇപ്പോഴും സ്വസ്ഥമായിട്ട് തന്നെയാണോ ജീവിക്കുന്നത്? മുതലാളി, ജീവിക്കണമെന്ന് പറഞ്ഞ ഇതൊരു ജീവിതമാണോ മുതലാളി? ഒന്നുകിൽ നാട്ടുകാരെ സഹായിക്കാൻ വേണ്ടി തല്ലുണ്ടാക്കുക, അല്ലെങ്കിൽ ആനപ്പാറക്കാരെ തോൽപ്പിക്കാൻ വേണ്ടി തല്ലുണ്ടാക്കുക. ഇതല്ലാതെ അവർക്കും വേണ്ടേ മുതലാളി ഒരു ജീവിതം? വേണ്ട. ഇനിയും ഇങ്ങനെ വാശി പിടിക്കണം. കൊല്ലം 10-20 ആയില്ലേ അതൊക്കെ കഴിഞ്ഞിട്ട്? ഇനിയെങ്കിലും അവന്ന് അവസാനിപ്പിച്ചൂടെ? പഴയതൊക്കെ മറന്നില്ലേ? മറക്കണോ? പഴയതൊക്കെ ഞാൻ മറക്കണോ? എന്തൊക്കെയാണോ ഞാൻ മറക്കേണ്ടത്? പറയുന്നു. എന്തൊക്കെയാ മറക്കേണ്ടത്? എന്റെ ലക്ഷ്മി, ഈ വീടിന്റെ മഹാലക്ഷ്മി എന്റെ കൺമുമ്പിലാ വെട്ടുകൊണ്ട് വീണത്. ഈ കൈകളിൽ കിടന്ന് അവസാനം അവൾ പെട്ടഞ്ഞ് മരിച്ചത് അത് ഞാൻ മറക്കണോ? പിന്നെ 14 കൊല്ലം ഞാൻ പൂരപ്പുര സെൻട്രൽ ജയിലിൽ കരിങ്കല്ലുടച്ചത് മറക്കണോ? മറക്കണോ? മറക്കണമെന്ന്. എടോ, താനിപ്പോ ചോദിച്ചില്ലേ എന്റെ മക്കൾക്കൊരു ജീവിതം വേണ്ടെന്ന്? അവർക്ക് എന്തേ ഒരു ജീവിതമില്ലാണ്ടായി പോയി? എന്തേ എന്റെ ബാലരാമൻ കല്യാണം കഴിക്കുന്നത്? എന്റെ സ്വാമിനാഥനും പ്രേമചന്ദ്രനും എന്തുകൊണ്ട് കല്യാണം കഴിച്ചില്ല?
എന്റെ രാമഭദ്രന് ശേഷം ഒരു കുഞ്ഞിക്കാലി മീറ്റത്ത് എന്തേ ഓടി കളിച്ചില്ല? പറയടോ, പറയാൻ. ഇതൊന്നും 500 മറക്കില്ലടോ, മറക്കില്ല. ആ തള്ളയും മക്കളെയും നശിപ്പിച്ച് ഈ 500 ശവം ചമ്പലാവൂ. കൊണ്ടുപോണ്ടോ നീ? അവന്റെ ഒരു വിശറി. അകത്ത് പറയുന്നത് തീയാനുള്ള തീ, അത് വീശി കെടുത്ത് നീ ആദ്യം. എടാ, നിന്റെയൊക്കെ അച്ഛൻ മരിക്കണവരെ 500 തോറ്റിട്ടില്ല, തോക്കാൻ ഞാൻ സമ്മതിച്ചിട്ടില്ല. നിന്നെയൊക്കെ പ്രസവിച്ച കണക്കിൽ പോലും ഞാൻ വിട്ടുകൊടുത്തിട്ടില്ല. അവിടെ 500 ഭാര്യ 4 പ്രസവിച്ചപ്പോ ഇവിടെ ഞാനും പ്രസവിച്ചിട്ടാ നിങ്ങൾ 4 തടിയന്മാരെ. പക്ഷേ ഇപ്പോഴാണ് എനിക്ക് മനസ്സിലാവണത് 500 ജനിച്ചത് ആണുങ്ങളും എനിക്ക് ജനിച്ചതൊക്കെ ആണും പെണ്ണും കെട്ടവന്മാരാണെന്ന്. ഭൂമി ദേഷ്യപ്പെട്ട കൊണ്ടായില്ല. അമ്മ പറയുന്നതിലും കാര്യമുണ്ട്. നിങ്ങളെ പോലെ 4 ആൺമക്കളല്ലേ അവിടെ 500 ഉള്ളൂ. എന്തുകൊണ്ട് ഇത്രയും കാലമായിട്ട് നിങ്ങൾക്ക് അവരെ ജയിക്കാൻ പറ്റിയിട്ടില്ല? ബുദ്ധി ഇല്ലാഞ്ഞിട്ടോ ശക്തിയില്ലാഞ്ഞിട്ടോ പണമില്ലാഞ്ഞിട്ടോ ഒന്നുമല്ലല്ലോ. നിങ്ങളെക്കാൾ യോജിപ്പ് അവന്മാർക്ക് അവിടെ ഉള്ളതുകൊണ്ടാ. അവിടെ 500 പറയുന്നു, മക്കൾ അനുസരിക്കുന്നു. ഇവിടെ അതാണോ സ്ഥിതി? നിങ്ങൾക്ക് ഓരോരുത്തർക്കും നിങ്ങളുടെ ഭാര്യമാർ പറയുന്നതല്ലേ വലിയ കാര്യം? അങ്ങനെ പറഞ്ഞു കൊടുക്ക് വക്കീൽ അങ്ങോട്ട്. അസലായി. ഇതാ പെണ്ണിന്റെ ശക്തി. പോയപ്പോ വാല് പോലെ കൂടെ പോയത് കണ്ടോ? ഇതുപോലെ അവന്മാരും 4 വഴിക്ക് ആകണമെങ്കിൽ അവിടെ ഒരു പെണ്ണ് വേണം. പതിയാക്കണമെന്ന് കുറെ നേരമായില്ലെന്ന് കുരക്കണത്. ഇവിടെ ഒരു വെച്ച് കല്യാണം മടങ്ങി കരഞ്ഞാലിച്ച് കിടക്കണത്. അപ്പോഴയാൾ അവന്മാർക്ക് വേണ്ടി അന്വേഷിക്കാൻ നടക്കണത്. കല്യാണം മുടങ്ങുന്ന വെച്ചാൽ ഞാൻ കൊല്ലാൻ പറ്റുമോ? പഠിക്കാൻ വിടണം. കൊല്ലണോ പഠിപ്പിക്കണോ എന്നൊക്കെ ഞങ്ങൾ തീരുമാനിച്ചോളാം. അതിനി പഠിക്കാൻ പോവില്ല എന്നാ പറയുന്നത്. പഠിക്കാൻ പോകില്ല എന്നൊക്കെ അത് പറയും. പക്ഷെ ഇനി ഇവിടെ ഇങ്ങനെ നിർത്തിക്കൊണ്ടിരുന്ന അതിന്റെ വിഷമം കൂടുകയുള്ളൂ. അതുകൊണ്ടാണ് പറയണത് അതിനെ പഠിക്കാൻ വിടണം. അങ്ങനെ നമ്മുടെ മാല മടങ്ങി വരികയാണ്. മടങ്ങി വരുന്ന മാലുവിന് നമ്മൾ ഗംഭീരമായ വരവേൽപ്പ് കൊടുക്കാൻ പോവുകയാണ്. അതിനുവേണ്ടി ഉദാരമായി സംഭാവന ചെയ്യുക. വെറുതെ ഞങ്ങൾ ഒടിഞ്ഞു പോകട്ടെ. സംഭാവനകൾ കൂമ്പാരമായാൽ പരിപാടി ഗംഭീരമാവും. അവിടെ അല്ല ഇതുമായിട്ട് ഇവിടെ നിൽക്കുന്ന നിന്റെയൊക്കെ ജാട കാണാനല്ല, ഷോയ്ക്കല്ലേ ഇവിടെ വെച്ചിരിക്കുന്നത്. ആ മേഴ്സി വരുന്നുണ്ട്. ആ തല്ലുള്ളി രാവിലെ രണ്ടാൻ ഇറങ്ങിയിട്ടുണ്ട്. വെൽക്കം വെൽക്കം. മേഴ്സി വരുന്നുണ്ട്. മേഴ്സി ഞങ്ങളോട് അല്പം മേഴ്സി കാണിക്കണം. ഇതിനകത്ത് കാര്യമായിട്ട് എന്തെങ്കിലും ഇടണം. മടങ്ങി വരുന്ന മാലുവിന് ഒരു വരവേൽപ്പ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. പ്ലീസ്. ഇല്ല ഒന്നുമില്ല. കാശില്ലെന്നാണോ മനസ്സില്ലെന്നാണോ? മനസ്സില്ല. മനസ്സ് വേണ്ട, കാശ് മതി. നാണല്ലോ. എന്തിനാ നാണിക്കുന്നത്? ഓശാരത്തിനല്ലോ, നല്ലോണം തെണ്ടിയിട്ടല്ലേ. കാശിലേ പറഞ്ഞാൽ മതി, അങ്ങോട്ട് തരാം. മായൻകുട്ടി ഇടാം, ആർക്ക് വിടാം? ഏത് 500 മോന് വിടാം? ഇട്ടോളൂ. തെണ്ടിക്കണം. എന്തെങ്കിലും പറഞ്ഞാൽ ഉടനെ പാട്ട എടുത്ത് തെണ്ടിക്കണം. എടാ, ഈ പരിപാടി ഞാൻ പ്ലാൻ ചെയ്താണെങ്കിൽ അതിന്റെ ചെലവ് വഹിക്കാനും എനിക്കറിയാം. ഇത് ആ ചെലവ് വഹിക്കാനുള്ളതല്ല. അറിയാം, നിനക്ക് വഹിക്കാനുള്ളതാണെന്ന് എനിക്കറിയാം. അങ്ങനെ നീ വഹിക്കണ്ട. അയ്യേ, ഇതിപ്പോ നിന്റെ പോക്കറ്റിൽ കിടന്നാലും എന്റെ പോക്കറ്റിൽ കിടന്നാലും എന്താണ് വ്യത്യാസം? ഒരു വ്യത്യാസം ഇല്ലല്ലോ. അപ്പൊ ഇതിവിടെ തന്നെ കിടക്കട്ടെ. ഇവർക്കാർക്കും വിരോധമില്ല, എനിക്ക് പ്രശ്നമില്ല. ഏതായാലും അവർക്ക് നമ്മൾ കൊടുക്കുന്ന വരവേൽപ്പ് ഗംഭീരമായിരിക്കണം. അവരുടെ കൂട്ടുകാരികൾ കൊടുത്ത യാത്രയപ്പിനേക്കാൾ ഗംഭീരമായ വരവേൽപ്പ്. ഓക്കെ ഓക്കേ. ഡ്രൈവർ വണ്ടി എടുക്ക്.